ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ചട്ടി ചൂടാതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് നെയ്യും എണ്ണയും കൂടെ ഒഴിക്കുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെജിറ്റബിൾ ചേർക്കും. നിങ്ങൾ ഏത് വെജിറ്റബിളാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ചേർത്ത്. ഞാനിപ്പോൾ ഇവിടെ ബീൻസും ക്യാരറ്റും വട്ടാണയും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വേറെ എന്തൊക്കെയാണ് ചേർക്കാൻ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് പഴുത്ത എണ്ണയിൽ ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റി ഒന്ന് അടക്കി വെച്ച് കഴിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഞാൻ മാഗി മസാല പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇതെല്ലാം കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് വഴറ്റി ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് എല്ലാം കൂടെ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ചോറ് വേറെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ആക്കിയാൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മതി. ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ വെജിറ്റബിൾ പുലാവിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇന്നെന്താ കറി വെക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഇതുപോലെ 1-2 വെജിറ്റബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് സ്കൂളിലത്തേക്ക് ടിഫിനും ഒക്കെ ഇങ്ങനെ ശകലം വെള്ളമാക്കി എടുത്താൽ നമുക്ക് ഇത് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് പുലാവ് ഇത് നമുക്ക് കഴിക്കാനായിട്ട്